പല ഭാഷകൾ, പല വേഷങ്ങൾ, പല മതങ്ങൾ ഒന്നായി ചേരുന്ന നാടാണ് നമ്മുടെ ഭാരതം. നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം ലോകത്തിന് നൽകിയ മഹത്വമേറിയ നാട്. ആ അറിവ് നമ്മുടെ കുഞ്ഞു മനസ്സിലേക്കും എത്തിക്കാനുള്ള എളിയ ശ്രമമാണ് 10ാമത് ആനുവൽ ഡേ ആയ സംയുക്തയിലൂടെ ഞങ്ങൾ നടത്തുന്നത്. വാ, നമുക്കിവിടെ ഇരിക്കാം. ഇതുവരെ കണ്ടില്ലല്ലോ, നേരം വൈകി. ഓ, ഇനിയൊന്ന് വരത്തില്ലയോ? വരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോ തീർച്ചയായും വരും. എടാ നിൽക്കടാ. ഇല്ല ഇല്ല. എന്താ? എന്തു പറ്റി? ദേ ഇത് കണ്ടോ, ഇവനിത് പൊട്ടിച്ചു. അറിയാതെ പറ്റിയതാ. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. കൈ എടുക്കൂ. ദേ എത്തിയല്ലോ. ഉമ്മുമ്മ എവിടായിരുന്നു? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുക. എന്റെ മക്കളെ, ഞമ്മക്ക് വയസ്സായില്ലേ, എന്നാലും നിങ്ങളെ കാണാണ്ടിരിക്കാൻ കഴിയോ? ഇവരെന്താ അങ്ങനെ നിൽക്കുന്നേ? അവഴു വഴക്കാ. ഇവിടെ ബാ. കുട്ടിയോള് ബൈക്കിടാൻ പാടുണ്ടോ? അവൻ എൻ്റെ കാറ് പൊട്ടിച്ചു. അറിയാതെ പറ്റിയതാ. രണ്ടാളും കൂട്ടായിക്കേ. വേണ്ട, അത് ശരിയാവൂല. തെറ്റാര് ചെയ്താലും ക്ഷമ ചോദിക്കണം. അതാ അതിൻ്റെ ശരി. ദേവേന്ദ്രൻ വരെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പിന്നാണോ നിങ്ങള്? അങ്ങനെയും കഥയുണ്ടോ? മുമ്മക്ക് അതും അറിയാവോ? എന്താ അറിഞ്ഞാല്? അതല്ല എൻ്റെ മക്കളെ, ഞമ്മള് മനസ്സന്മാരല്ലേ. എല്ലാ മതങ്ങളും ഒന്നായി ചേരുന്ന നാടാണ് ഭാരതം. പിന്നെന്തിനാ ആളുകൾ ഇവിടെ വഴക്കടിക്കുന്നത്? അറിവില്ലാത്തവരങ്ങനെ പലതും ചെയ്യും. മതത്തെക്കുറിച്ചറിയാത്തവരെ അതിനെപ്പറ്റി പറയണത് അന്ധനാനെ കാണും പോലാന്ന് നമ്മുടെ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതെന്താ? കാഴ്ചയില്ലാത്തവർക്കേ ആനയെപ്പറ്റി വല്ലോ അറിയോ? അവര് വെറുതെ ഓരോന്ന് പറയും. അത് കേട്ട് നമ്മൾ വിശ്വസിക്കോ? ഇല്ല. പക്ഷേങ്കില് ചിലര് വിശ്വസിക്കും. അതാ പ്രശ്നം. കഥ പറയും ഉമ്മ. എന്തിനാ ദേവേന്ദ്രൻ ക്ഷമ ചോദിച്ച്? ബാ, ആ പുഴയോരത്തിരുന്ന് ഉമ്മുമ്മ കഥ പറയാം. ഞമ്മടെ കൃഷ്ണനും കൂട്ടരും കാലുമേച്ചു നടക്കുന്ന പർവ്വതമുണ്ട്. ഓഹോ, എന്നിട്ട്? உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. கிருஷ்ணா, உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கணா கூட சுகமல்ல. நீ இல்ல
உன்னை காணாமல் கமதனிதானிதவமகமருகருத உன்னை காணாமல் பெண் நெஞ்சு தடுமாறுதே விதையில்லாமல் வேறில்லை நடன பாப சுதிலய கங்கா சரி வர தூங்காது வாடும் மனுதினம் உனக்காக எங்கும் ராதாதா உனக்கென ராதாதா உனக்கு ஒரு ராதாதா கிருதிதா கிருதி கிருதிதா கிருதி ததகிட தகதா ததகிட தகதா ததகிட தக ததகிட தக ததகிட தக தாக தாக அவ்வாறு நோக்கினால் எவ்வாறு நாடுவேன் கண்ணாடி முன் நின்று பார்த்து கொண்டேன் ஒன்றாகச் செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன் எதிர்பாராமலே அவன் எதிர்பாராமலே அவன் பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி வைத்து உலகுண்ட பெருவாயன் எந்தன் வாயோடு வாய்ப்பதித்தான் இங்கு பூலோகம் என்றொரு பொருளுள்ளதை இந்த பூங்கோதை மறந்தாளடே உடலணிந்த ஆடை போல் என்னை அணிந்து கொள்வாயா இனி நீ സുഹൃത്തുക്കളെ, ദേവന്മാരെ പ്രീതിപ്പെടുത്തേണ്ട സന്ദർഭം ആഗതമായിരിക്കുകയാണ്. ഉത്തരായനം വന്നു ചേർന്നിരിക്കുന്നു. ഇനി 30 മുക്കോടി ദേവകൾക്ക് യാഗം ചെയ്ത് ഹവിസർപ്പിച്ച് പ്രീതിപ്പെടുത്തണം. അവരുടെ വരദാനമാണ് നമ്മുടെ ജീവിതം. തീർച്ചയായും വർഷാവർഷം നാം ചെയ്യാറുള്ളത് മുടങ്ങാതെ ചെയ്യണം. അതെ, ഇന്ദ്രകോപം ഉണ്ടാകും മുമ്പ് നമുക്കത് ചെയ്യണം. വന്ദനം പിതാവേ. വന്ദനം ബഹുമാന്യരെ. എനിക്കൊരഭിപ്രായം പറയാനുണ്ട്. പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായും കണ്ണാ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും വഴികാട്ടിയും. അങ്ങയുടെ മാർഗം ഞങ്ങൾ പിന്തുടരും. അങ്ങ് അരുളിയാലും. നമ്മെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നതും ഗോവർദ്ധനഗിരിയാണ്. അതിനാൽ ആ മഹാമലയെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. വാസുദേവ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിതാവേ, നമുക്കും സഹജീവികൾക്കും വേണ്ട ജീവവായുവും കൃഷിക്കാവശ്യമായ ജലവും എല്ലാം നൽകി നമ്മെ കാക്കുന്ന ഈ അജലത്തെ നമ്മൾ ആരാധിക്കണം. മാധവ, മധുസൂദന, അങ്ങ് പറയുന്ന സത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പുത്ര, നിന്റെ ആശയം ശാസ്ത്രീയവും യുക്തിഭദ്രവുമാണ്. നിന്റെ ആഗ്രഹം പോലെ പൂജ നടക്കട്ടെ.
മനസ്വിനിമാർ ഞങ്ങളൊഴുകും മനഭര നർത്തനമാരക ഭംഗിയിൽ മനസ്വിനിമാർ ഞങ്ങളൊഴുകും ഇന്ദ്രഹൃദന്തമാം നന്ദനോദ്യാനത്തിൽ ശൃംഗാര കുസുമങ്ങൾ വിരിയും ഇന്ദ്രഹൃദന്തമാം നന്ദനോദ്യാനത്തിൽ ശൃംഗാര കുസുമങ്ങൾ വിരിയും ഇടയ്ക്കാണ തുടയ്ക്കുന്ന നയനം ഇണചേരാൻ കൊതിക്കുന്ന ശലഭം മമഗ സന്നി 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 സദ്ദാനി സദ്ഗമ ഗമ മദ മദനി സദ സദ്ഗ സദ്ഗ സമ്മാദ സദ്ഗനി തനി ഗനി സനി ദമ ദമ ഗമ മദ മദനി സദ സന്നി സദ്ദനി മദ സനി മദ ഗനി ദമ സനി ദമ സദ നിദ മഗൻ നിസ നിസ സസ സദ ഗഗ ഗമ മമ മദ ദദ നിദ സദ ഗമ മമ മദ ദ നിദ സദ മദ സനി ദ സനി ദമ സനി ദമ ഗ ഗനി ദമ സനി ദമ ഗ നിദ മഗ സ നിദ ഗമ ദ ഗമ മദ നി ഗമ ദ നി ആനന്ദ നടനം തുടങ്ങാം അനഘ ബന്ധുവിൽ ശരണം വണങ്ങി ആനന്ദ നടനം തുടങ്ങാം. അല്ലയോ ദേവരാജൻ, അവിടെ ഭൂമിയിൽ അവർ ഗോവർദ്ധനഗിരിയെ പൂജിക്കുന്നു. അങ്ങെന്താണ് പറയുന്നത്? അങ്ങ് നോക്കിയാലും നമുക്ക് സമർപ്പിക്കേണ്ട യജ്ഞഭാഗം അവരതാ ആ മലയ്ക്ക് നൽകുന്നു. ധിക്കാരികൾ, നമ്മുടെ സന്മനസ് കൊണ്ട് ജീവിക്കുന്നവർ ഇപ്പോൾ നമ്മെ അധിക്ഷേപിക്കുന്നു. അതെ, അങ്ങിതൊന്നും കാണുന്നില്ലേ? അഗ്നിയും വരുണനും വായുവുമില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? നാം അവരെ ഒരു പാഠം പഠിപ്പിക്കും. ദേവാ, അവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. ഭൂമിയിൽ ഇടിയും മിന്നലുമായി അതിശക്തമായ വർഷപാതം ഉണ്ടാകട്ടെ. കൃഷ്ണ, കണ്ടില്ലേ, ദൈവകോപമുണ്ടായിരിക്കുന്നു. ഈ മഴയെ നാം എങ്ങനെ തടുക്കും? നമ്മൾ അവിവേകം കാട്ടിയോ കണ്ണാ? കൃഷ്ണ, കാരുണ്യമൂർത്തെ, ആപത് ബാന്ധവ, ഞങ്ങൾക്ക് അഭയം തരൂ. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരിക്കലുമല്ല, അങ്ങ് ത്രികാല ജ്ഞാനിയാണ്, ദേവദേവനാണ്. ഞങ്ങളുടെ അഭയവും ആശ്രയവും അങ്ങാണ്. എന്നിൽ അഭയം തേടുന്നവരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ആശ്രിത വത്സലനും അഭയകാരകനും ഭക്തോദ്ധാരകനുമാണ് നമ്മുടെ പുത്രൻ.
ദേവേന്ദ്ര, അങ്ങക്ക് തിരിച്ചറിവില്ലാതായോ? മഹാദേവ, അങ്ങ് ഇവിടെ? ലോകപാലകനായ നാരായണന്റെ നിർദ്ദേശപ്രകാരമാണ് നാം ഇങ്ങോട്ടെത്തിയത്. നാരായണനോ? വിഷ്ണുവും കൃഷ്ണനുമെല്ലാം ഒന്ന് തന്നെ. ഭക്തിയോടെ നോക്കിയാൽ ഇന്ദ്രനത് മനസ്സിലാകും. മഹാദേവ, നമുക്ക് തെറ്റുപറ്റിയല്ലോ. കൃഷ്ണ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. ഭഗവാൻ, മാപ്പ്, എല്ലാ തെറ്റിനും മാപ്പ്. ക്ഷമ നൽകി, പുണ്യവും അഭയവും നൽകി അനുഗ്രഹിച്ചാലും. ദേവേന്ദ്ര, അങ്ങ് എഴുന്നേറ്റാലും അഹംഭാവം ഒരിക്കലും ആർക്കും നന്നല്ല. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് പരമാത്മാവാണെന്ന ബോധ്യമുണ്ടാകണം. നല്ല രസമുണ്ടായിരുന്നു. ഉമ്മക്ക് വേറെ കഥ അറിയത്തില്ലയോ? കുറേ കഥകളുണ്ട്. അതൂടെ പറ ഉമ്മ. പറയാ, ബാ, യേശുദേവന്റെ കഥ പറയാ. അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? അങ്ങനൊന്നും പറയല്ലേ മക്കളെ. നന്മയുടെ അവതാരമാണ് അദ്ദേഹം. മനസ്സിൽ നന്മയുള്ളവർക്ക് വഴികാട്ടിയാണ് അദ്ദേഹം. ആ കഥയൊന്ന് പറയും ഉമ്മ. അതിനെന്താ, എല്ലാവരും ആട്ടി ഓടിച്ച ഒരു പാവത്തിനെ യേശുദേവൻ രക്ഷിച്ച കഥ പറയാം. ആ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് തിടുക്കമായി. എന്നാല് എൻ്റെ മക്കള് കേട്ടോളി. എറിയരുത്, 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 എറിയരുത്. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നാഥാ, എന്നെ പരീക്ഷിക്കരുതേ. ദൂരെ പോകൂ പിശാചിന്റെ സന്തതി. നീ വെറുക്കപ്പെടേണ്ടവൻ, മഹാപാവി. അരുത്, ഇങ്ങനെ പറയരുത്. ഞാൻ കേവലം മനുഷ്യൻ, നാഥന്റെ വിശ്വാസി. അല്ല, നീ കൊടുമ്പാവി, വെറുക്കപ്പെടേണ്ടവൻ. നിന്നെ ഞാൻ... അരുത്, എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. എന്നെ ഉപേക്ഷിക്കരുത്. അങ്ങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. അവൻ കുഷ്ഠരോഗി. ദൈവപുത്ര, ഇവൻ വെറുക്കപ്പെടേണ്ടവൻ. കുഞ്ഞെ, നീ ഒറ്റയല്ല, ഉപേക്ഷിക്കപ്പെടേണ്ടവനുമല്ല. നീ എൻ്റെ സ്വന്തം. ഞാനെന്നും നിന്റെ കൂടെയുണ്ട്. നീ നാഥന്റെ പ്രിയപുത്രനാണ്.
എങ്ങോട്ടായിരിക്കും യേശുദേവൻ അവനെ കൊണ്ടുപോയത്? നമുക്കറിയത്തില്ല. എന്ത് സംഭവിക്കുന്നു കാത്തിരുന്നു കാണാം. യേശുദേവൻ അവനെ സഹായിക്കാൻ പറ്റുമോ? കുഷ്ഠരോഗിയെ രക്ഷപ്പെടുത്താനോ? അതെങ്ങനെ സാധിക്കും? കുഷ്ഠരോഗിക്ക് മോചനമോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. അതെ, ഞാനും കേട്ടിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചതായി ഇവിടെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവന് രോഗം പിടിക്കും. അപ്പൊ യേശുദേവനും രോഗം പിടിക്കുമോ? യേശുദേവൻ എന്തെങ്കിലും അത്ഭുത സിദ്ധികളുണ്ടോ? അത്ഭുത സിദ്ധികളോ? പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ സന്തതികളായി ആരുമില്ല. വിധി എന്തെന്നാർക്കും അറിഞ്ഞുകൂടാ. പുണ്യപാപങ്ങളുടെ കണക്കെടുക്കാൻ നാം ആര്? പാപം ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വരൂ. സ്നേഹമാണ് എല്ലാത്തിനും ആധാരം. ദൈവം സ്നേഹമാണ്. ഏവരെയും സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ ആഴമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും യേശുനാഥ നിന്നെ കണ്ടു.
മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. ഹോ, യേശുദേവൻ വന്നില്ലായിരുന്നെങ്കിൽ ആ പാവത്തിന്റെ കാര്യം കഷ്ടമായേനെ. തെറ്റ് ചെയ്യാതെ ദൈവഭയത്തോടെ ജീവിക്കണം, എന്നാലേ ദൈവം നമ്മളെ സഹായിക്കത്തുള്ളൂ. ആണോ ഉമ്മുമ്മ? നിങ്ങളും നല്ല കുട്ടികളായി ജീവിക്കണം. എന്താ കുട്ടി ഈ കാട്ടണേ? നല്ല പൂക്കളായിരുന്നു, അത് നശിപ്പിച്ചു. പാവം ശലഭങ്ങൾ ഇനി എന്തു ചെയ്യും? അവർക്ക് തേൻ കുടിക്കാനുള്ളതല്ലേ ഈ പൂക്കൾ. അയ്യോ കഷ്ടം. മക്കളെ ഇങ്ങനൊന്നും കാട്ടരുത് കേട്ടോ. ചെടികളും പൂക്കളും മരങ്ങളും മൃഗങ്ങളുമെല്ലാം ഒത്തുചേരുന്നതാണ് ഈ ലോകം. ഇതിനെ ഒന്നും നശിപ്പിക്കരുത്. ഈ ലോകം തറവാടായി കാണുന്നവരാണ് നമ്മൾ ഭാരതീയർ. അതെങ്ങനെ ഉമ്മുമ്മക്കറിയാം? നമ്മുടെ സംസ്കാരം ഞമ്മക്കറിയണ്ടേ? അതിനെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഉമ്മുമ്മ അത് വായിച്ചിട്ടുണ്ടോ? പിന്നെ വായിക്കാണ്ടിരിക്കോ? ആ കഥയൊന്ന് പറ. എൻ്റെ മക്കള് ദാ നമുക്കവിടെ ഇരിക്കാം. പണ്ട് വിഡ്ഢിയായ ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അയാള് സുന്ദരിയും മിടുക്കിയുമായ ഒരു രാജകുമാരിനെ നിക്കാഹ് ചെയ്തു. കെട്ടിയോൻ മണ്ടനാന്നറിഞ്ഞ രാജകുമാരി അവനെ ഓടിച്ചു വിട്ടോ? ഇല്ല. മിണ്ടാതിരിക്കുക, കഥ പറയുമ്മ. അയാളെ അടുത്തുള്ള കാളീന്റെ നടയിലേക്ക് വിട്ടു. അയ്യോ, കാളി അയാളെ കൊന്നോ? അയാൾ അവിടെ ചെന്നപ്പം കാളി അവിടെ ഇല്ലായിരുന്നു. സമാധാനമായി. ഓൻ നടേ കയറി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കാളിയമ്മ എത്തി. വാതിലടഞ്ഞത് കണ്ട് ദേഷ്യത്തോടെ കാളിയമ്മ ചോദിച്ചു, അകത്താര്? നമ്മുടെ മണ്ടച്ചാർ എഴുന്നേറ്റ് ചോദിച്ചു, പുറത്താരാ? കാളിയമ്മ പറഞ്ഞു, കാളി. നമ്മുടെ ഇടയൻ പറഞ്ഞു, അകത്ത് കാളിയുടെ ദാസനാണെന്ന്. അയാളെ കൊന്നോ? കൊന്നു കാണും, പാവം. ഹേയ്, കാളിയമ്മയ്ക്ക് അയാളെ പെരുത്തിഷ്ടായി. അയാളുടെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. പിന്നെ അയാൾ ആരായി മാറി? പ്രശസ്തനായ കാളിദാസൻ. മക്കൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ശാകുന്തളം എഴുതിയ കാളിദാസനല്ലേ? അതെ അതെ. ശാകുന്തളം അതെന്തുവാ? അതൊരു നാടകമാ. മനുഷ്യന്മാരും പ്രകൃതിയുമെല്ലാം ഒന്നായി ജീവിക്കുന്ന ഒരു നാടകം. ആ നാടകത്തിനെ കുറിച്ച് ഉമ്മുമ്മ അതൊന്ന് പറഞ്ഞതാ പ്ലീസ് ഉമ്മുമ്മ. ഈ കുട്ടികളുടെ ഒരു കാര്യം. മഹാഭാരതത്തിലാണ് ആ കഥയുള്ളത്. അതാണ് കാളിദാസൻ നാടകമാക്കിയത്. അതെയോ? വേഗമാക്കാതെ പറയൂ ഉമ്മുമ്മ, കേൾക്കാൻ കൊതിയാവുന്നു. ഒരു ദിവസം നമ്മുടെ കണ്ണു മഹർഷി
അതാരാ? ശകുന്തളയുടെ വളർത്തച്ഛൻ. പ്രണാമം ഗുരുവര്യ. സൗഭാഗ്യവതി ഭവ. ശകുന്തളയുടെ ജാതകകാര്യവുമായി ബന്ധപ്പെട്ട് നാം ഒരു ദീർഘയാത്രയ്ക്ക് പോവുകയാണ്. ദേവി, എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. പക്ഷികളും മൃഗങ്ങളും ഒന്നും വിശന്നിരിക്കാൻ പാടില്ല. ചെടികൾക്കും മരങ്ങൾക്കും വെള്ളമൊഴിക്കണം. ഇതൊന്നും നാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും നമ്മുടെ ധർമ്മം. ശിഷ്യന്മാരെ, അരുളിയാലും മുനിവരിയ. നാം ഇല്ലാത്ത സമയം വൃദ്ധ മാതാവിൻ്റെയും സഹോദരികളുടെയും സംരക്ഷണം നിങ്ങളുടെ കൈകളിലാണ്. അറിയാം മുനിവരിയ. ആ കർത്തവ്യം ഞങ്ങൾ തീർച്ചയായും നിറവേറ്റും. അതിരിക്കട്ടെ, മകൾ ശകുന്തള എവിടെ? ദാ അവൾ അവിടെ മുല്ലവള്ളിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയുന്നതേയില്ല. പുത്രി ശകുന്തളെ, അരികത്തേക്ക് വരൂ. പ്രണാമം പിതാവേ. പിതാവ് മകളുടെ ഒരു കാര്യത്തിനായി പോവുകയാണ്. നീ ഇവരെ എല്ലാ കാര്യത്തിലും സഹായിക്കണം. ഇവരും നമ്മുടെ ബന്ധുക്കൾ തന്നെ. ശരി പിതാവേ, നാം എല്ലാം സൂക്ഷിച്ചു കൊള്ളാം. എന്നാൽ നാം ഇറങ്ങട്ടെ. വനജോത്സനെ, നീ ഇന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നല്ലോ. കണ്ടില്ലേ പ്രശംസ കേട്ടപ്പോൾ മുല്ലവള്ളിയുടെ സ്നേഹപ്രകടനം. നോക്കൂ തോഴിമാരെ, അവൾ ഇന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നു. എങ്ങനെ സുന്ദരിയാവാതിരിക്കും? അവളും ശകുന്തളയെ പോലൊരു യുവതിയല്ലേ? അതെ അതെ, തേന്മാവിനെ അവൾ ചേർത്ത് പിടിച്ചിരിക്കുക, പതിയെ പോലെ. പതിയെ പോലെയല്ല, പതി തന്നെ. പതിയായാലും സുഹൃത്തായാലും അവൾക്കേറെ ഇഷ്ടം എന്നെ തന്നെയാ, അല്ലേ വനജോത്സനെ? ശകുന്തളേ, അവിടെ നിൽക്കൂ. ആ മുല്ലവള്ളി അവളെ ചുറ്റിപ്പുണരുന്നത് കണ്ടോ? എന്ത് രസമാ! കാണുന്നില്ലല്ലോ. ദേ അവിടേക്ക് നോക്കൂ, മയില് വരുന്നത് കണ്ടില്ലേ?
അവിടെ നിൽക്ക്. സഖി, നിനക്കിതുവരെ പക്വത വന്നില്ലേ? ശരിയാ. അതിരിക്കട്ടെ, നമ്മുടെ ദീർഘാഭാങ്കൻ എവിടെ? അവൻ അവിടെ കളിക്കുന്നത് കണ്ടില്ലേ? മക്കളെ, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഈ പ്രകൃതിയല്ലേ നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ മനോഹാരിത നമ്മെ എന്നും കുളിരണിയിക്കും. मुक्ति नर पाई മക്കളെ, ഈശ്വരൻ കനിഞ്ഞൊരുക്കി തന്ന ഈ ഭൂമിയിലെ സസ്യലതാദികളും ജീവജാലങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഇതൊരു വലിയ കുടുംബമായി മാറുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനോടൊപ്പം ചേരുന്നത്. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ നാമും പങ്കുചേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. കാട്ടിലും മനുഷ്യരിങ്ങനെ ജീവിക്കുമോ? നമുക്കും കാട്ടിൽ പോയി ജീവിക്കാം. അതല്ലേ നല്ലത്. കുളിപ്പോവാതെ കളിച്ച് നടക്കാമല്ലോ. എടാ മിടുക്ക, ഇജ്ജാള് കൊള്ളാലോ. കാട്ടി ജീവിക്കണ പോലെ മരുഭൂമിയിലും ജീവിക്കണവരുണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ അമ്മുമ്മ? അറബി രാജ്യം ഒന്ന് കേട്ടിട്ടില്ലേ? ആ നാട്ടിലെ മുത്തുനബിയുടെ കഥ പറയാം. നമ്മുടെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനും ആദ്യത്തെ ഖലീഫയുമായിരുന്ന അബൂബക്കർ സിദ്ദീഖിയുടെ കഥ. എന്താ പറയട്ടെ? ഖലീഫ എന്ന് വെച്ചാൽ ആരാ അമ്മുമ്മ? അന്നേ അറബിനാട് ഭരിച്ചോരാണ് ഖലീഫമാർ. നമ്മുടെ അബൂബക്കർ സിദ്ദീഖി ഒരു കോടീശ്വരന്റെ മകനായിരുന്നു. ആഡംബര ജീവിതം നയിച്ച അയാൾ തിരുനബിയുടെ പ്രവചനങ്ങൾ സ്വീകരിച്ച് ദൈവഭക്തനും മനുഷ്യസ്നേഹിയുമായി മാറി. ഉത്തമനായ ഭരണാധികാരി. നാടിനെയും ജനത്തെയും സേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ കണ്ടു പഠിക്കണം. അപ്പൊ അദ്ദേഹം കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ലേ? എൻ്റെ റബ്ബേ, ഇല്ലേ ഇല്ല. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കൊട്ടാരം വിട്ടു കുടിലിൽ ജീവിച്ചയാൾ. അതുപോലെ തന്നെ നല്ല തങ്കം പോലത്തെ ഒരു ഭാര്യയും. ബാ പറയാം. ഒരു ദിവസം ഖലീഫ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടുപിടിച്ചേ. ഉമ്മ എന്താ ആലോചിക്കുന്നത്? പെരുന്നാളിനെ കുറിച്ചാണോ?
എന്നാ ഉമ്മ പെരുന്നാള്? മക്കളെ, ഫാത്തിമ എന്തോ ഗൗരവമായ ചിന്തയിലാണല്ലോ. ഞങ്ങളോടും കൂടി പറയാമോ? അതെ ഉപ്പ, ഉമ്മ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ശരിയാ ഉപ്പ. ഫാത്തിമ, എന്തു പറ്റി? ഒന്നുമില്ല, കുട്ടികളുടെ തോന്നലാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കും. എത്ര രസകരമായിരുന്നു! കൂട്ടുകാരൊത്തുള്ള കളികളും പെരുന്നാൾ ആഘോഷവും എല്ലാം കൊണ്ട് മനോഹരമായ ദിനങ്ങൾ. എന്നോടൊപ്പം കൂടിയതോടെ അതെല്ലാം നഷ്ടമായി അല്ലേ? അങ്ങനെ പറയരുത്. അങ്ങേപ്പോലൊരു മഹാത്മാവിനോട് ചേർന്നത് തന്നെ എൻ്റെ ഭാഗ്യവാ. മഹാത്മാവോ? അതെ, സ്വന്തം സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജനസേവനത്തിനിറങ്ങിയ മാതൃകാ പുരുഷനായ അങ്ങ് മഹാത്മാവല്ലാതെ മറ്റാരാണ്? ഈ ജീവിതമാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ഫാത്തിമ? പെരുന്നാൾ അടുക്കുന്നു. നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് സൽക്കരിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. അതിനായി കുറച്ചു തുക അങ്ങ് അനുവദിച്ചാൽ. ഫാത്തിമ, നിന്റെ ആഗ്രഹം ശരിയാണ്. എന്നാൽ നമ്മുടെ ആഡംബരത്തിനായി നാടിൻ്റെ സമ്പത്ത് ഉപയോഗിക്കാനാവില്ല. നീ ഒരു ഖലീഫയുടെ ബീവിയാണെന്ന കാര്യം മറക്കുന്നോ ഫാത്തിമ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അത് കാണാതിരിക്കേണ്ടവനല്ല ഒരു ഖലീഫ. അതല്ലേ റസൂൽ നമ്മെ പഠിപ്പിച്ചത്? അതെ, അങ്ങ് പറഞ്ഞതാണ് ശരി. അങ്ങയുടെ മനസാക്ഷിക്കെതിരായി ഒന്നും ചെയ്യണ്ട. അങ്ങിത് തുറന്നു നോക്കിയാലും. എന്റെ റബ്ബേ, ഖജനാവിൽ നിന്നും ഞാൻ ഇത്രയും തുക എടുത്തെന്നോ? വേണ്ട, എന്റെ പ്രതിഫലം ഞാൻ വെട്ടിക്കുറയ്ക്കുന്നു. ഈ തുക നമുക്ക് ജനക്ഷേമത്തിനായി ഉപയോഗിക്കാം. ഇതങ്ങ് ഖജനാവിൽ നിന്നെടുത്ത തുകയല്ല. ഞങ്ങൾ ഈന്തപ്പനത്തോട്ടത്തിൽ ജോലി ചെയ്ത് കിട്ടിയ പണമാണ്. ഇതുകൊണ്ട് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും അത് സന്തോഷമാകുമല്ലോ എന്ന് കരുതി. ഉപ്പ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. സ്വന്തം ധർമ്മവും ഭർത്താവിൻ്റെ ലക്ഷ്യവും നന്നായി അറിയാവുന്ന ബീവി, നീ എൻ്റെ പുണ്യമാണ്. നിന്നെപ്പോലൊരു തുണിയുള്ളപ്പോൾ ഈ മരുഭൂമിയിൽ മഴയും മരുപ്പച്ചയും നിത്യവസന്തവും സന്തോഷം നിറഞ്ഞൊരു ജനതയും ഉണ്ടാകും. ആരുടെയും സന്തോഷം ഇല്ലാതാക്കാൻ എനിക്കാവില്ല. എല്ലാവരെയും വിളിക്കൂ മക്കളെ. शाह
शाहू का शादू अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा शाहू का शादू अली का दुलारा ख्वाजा मेरे ख्वाजा ख्वाजा मेरे ख्वाजा दिल समा जा बेकसों की तकदीर तूने है सवारी बेकसों की तकदीर तूने है सवारी सवारी है सवारी ख्वाजा मेरे ख्वाजा रब की कवाली है इश्क कोई, दिल की दीवानी है इश्क कोई, महकी सी प्याली है इश्क कोई, सुबह की लाली है इश्क, गिरता सा झरना है इश्क कोई, उठता सा कलमा है इश्क कोई, सांसों में लिपटा है इश्क कोई, आंखों में दिखता है इश्क। मेरे दिल को तुझा से जुदा कर दे, यूं बस तू कर दे आशिकाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना। रब की कवाली है इश्क कोई, दिल की दीवानी है इश्क कोई, महकी सी प्याली है इश्क कोई, सुबह की लाली है इश्क। वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना, तेरे वास्ते मेरा इश्क सूफियाना, मेरा इश्क सूफियाना, मेरा इश्क सूफियाना। മമ്മ, ആ കഥ കേട്ടപ്പം സങ്കടം വന്നു. എന്നാലും അവര് നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിച്ചല്ലോ. മുമ്മാക്ക് ഈ കഥകളൊക്കെ ആരാ പഠിപ്പിച്ചു തന്നത്? വായിച്ചു പഠിച്ച കഥകളുണ്ട്, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചതുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഞമ്മൾ പറഞ്ഞു തരണ പോലെ ഞമ്മക്കും ഉമ്മാമ്മമാര് പറഞ്ഞു തന്നിട്ടുള്ള അറിവുണ്ട്. പണ്ടൊക്കെ കഥകൾ പറഞ്ഞു തരാൻ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഉണ്ടായിരുന്നു. ഉമ്മക്ക് കൂട്ടുകാരുണ്ടായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും അവരെ കാണുമോ? ചിലരെയൊക്കെ കാണും, എന്നാലും എല്ലാവരും എപ്പോഴും ഓർക്കും. നിങ്ങളെയൊക്കെ കാണുമ്പം നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ഓർക്കും. നിങ്ങൾക്ക് അങ്ങനൊരു കഥ പറഞ്ഞു തരാം. ആരുടെ കഥയാ അമ്മൂമ്മ?
സുധാമാവിൻ്റെ കഥ. അതാരാ? ഞമ്മടെ കൃഷ്ണന്റെ ചങ്ങായിയായ കുചേലൻ. പറയുമ്മ, ഞങ്ങൾക്കത് കേക്കണം. കുചേലൻ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനു പോലും വഴിയില്ലാതെയാണ് അവർ കഴിഞ്ഞത്. അമ്മേ, എനിക്ക് വിശക്കുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു. അമ്മേ, വിശക്കുന്നു അമ്മേ. മക്കള് കരയണ്ടാട്ടോ, അച്ഛൻ ഇപ്പോൾ വരും, എന്തെങ്കിലും കൊണ്ടുവരും. എൻ്റെ മക്കള് സമാധാനമായി ഇരിക്കുക. ഇന്നലെ അമ്മ ഇതല്ലേ പറഞ്ഞേ, എന്നിട്ട് എന്തായി? മക്കള് ക്ഷമയോടിരിക്കുക, ഭഗവാൻ നമ്മളെ കൈവിടില്ല. എൻ്റെ മക്കള് അകത്തേക്ക് പോ. എൻ്റെ ഭഗവാനെ, എന്ത് പരീക്ഷണമാണിത്? എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്? ഈശ്വര, മിഴികൾ തുറക്കണേ. ഭഗവാനെ, ഞങ്ങളെ കാക്കണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവി, കുട്ടികൾ എവിടെ? അവർ തളർന്നുറങ്ങി. അങ്ങയ്ക്ക് ഭിക്ഷ എന്തെങ്കിലും കിട്ടിയോ? ഭവതി, ദാ ഈ അരിയാണ് ഇന്നത്തെ ഭിക്ഷ. ഇതുകൊണ്ട് എന്താവാൻ? ഒരു വയറിന്റെ വിശപ്പ് പോലും മാറില്ല. ഉള്ളതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കൂ. നമുക്ക് വെള്ളം കുടിച്ച് തൃപ്തിപ്പെടാം. കൃഷ്ണ, വാസുദേവ, മഹാപ്രഭു, അടിയനെ കൈവിടരുതേ. ഈ കൊടും പട്ടിണിയിൽ നിന്ന് നാം എങ്ങനെ രക്ഷപ്പെടും? ക്ഷമയോടിരിക്കൂ ദേവി, ഈശ്വരൻ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. ശരിയാണ്, പക്ഷേ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ? അങ്ങ് ഏതു സമയവും വാസുദേവനെ വിളിക്കുന്നു. മാധവൻ എല്ലാം അറിയുന്നവനാണ്. അങ്ങയുടെ പ്രിയമിത്രമായ അദ്ദേഹത്തെ ചെന്ന് കണ്ട് നമ്മുടെ ദുരിതത്തിനൊരു പരിഹാരം കണ്ടുവന്നാലും. ഇല്ല ദേവി, ഇല്ല, നമ്മെ കൊണ്ടാവില്ല. ആ സവിധത്തിൽ പോവാൻ കഴിയില്ല. അത് അങ്ങയുടെ ധർമ്മമാണ്, നിർവഹിച്ചാലും. ഭഗവാനെ, അങ്ങ് എല്ലാം അറിയുന്നു. ഞാൻ അങ്ങയുടെ അടുത്ത് വരാനോ ആവശ്യപ്പെടാനോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറച്ച് ആഹാരം കഴിച്ചിട്ട് നാളുകളായി. അവരെ കുറച്ച് ഓർത്തിട്ടെങ്കിലും അങ്ങ് അവിടെ പോകൂ. പോവാം. എന്നാൽ തിരുമുൽക്കാഴ്ചയായി എന്തെങ്കിലും കൊണ്ടുപോവണ്ടേ? പ്രഭോ, ഈ അരി വറുത്ത് ഞാൻ അവലാക്കിത്തരാം. ആ മഹാപ്രഭുവിന് ഇത് സമർപ്പിക്കാം. അങ്ങ് തയ്യാറായി വരൂ. ഭഗവാനെ, കൃഷ്ണ, നീ ഞങ്ങളുടെ ദുഃഖം കാണുന്നില്ലേ? ഈശ്വര, നിന്നിലെല്ലാം അർപ്പിക്കുന്നു. ആഹാ, ഇത്ര വേഗം ശരിയാക്കിയോ? പോയി വരട്ടെ ദേവി.
ഈശ്വര, കൃപാനിധേ, അങ്ങ് എന്നെ തിരിച്ചറിയുമോ ദേവ? മഹാചക്രവർത്തിയായ അങ്ങ് ഈ സാധുവിനെ അകത്ത് കയറ്റുമോ? ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ. ഭഗവാനെ, അങ്ങയുടെ ആത്മമിത്രമായ സുദാമാവാണ് ഞാൻ. അല്ലയോ പരമാത്മാവേ, അങ്ങയുടെ അരികിലേക്ക് ഞാൻ വരുന്നു. പണ്ട് ഗുരു സാന്ദീപനിയുടെ ആശ്രമത്തിൽ നാം സഹപാഠികളായിരുന്ന ആ കാലം നമ്മൾ എന്തൊക്കെ അഭ്യസിച്ചു. ആ കളരിയിലെ അനുഭവങ്ങൾ മറക്കാനാവില്ല. ഇതൊക്കെ അങ്ങയുടെ ഓർമ്മയിലുണ്ടാകുമോ? ഭഗവാനേ കൃഷ്ണ. തൊഴുതു വന്നിച്ച് തടുത്ത് പുറം വെട്ടി, തിരിഞ്ഞു നടഞ്ഞ് കയറി അടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തെറുത്തു കയറി തൊഴുത് കൈ തോളോട് കൂട്ടി തൊട്ട് വന്നിച്ച്, കൈ നീക്കി വന്നിച്ച്, മാറുണക്കി വന്നിച്ച്, തൊട്ട് വന്നിച്ച്, കാലെടുത്ത് കാലിലെ വെള്ള കണ്ടു തൊട്ട് കാലെടുത്തടിച്ച്, തൊഴുത് കുത്തിവിരിച്ച് തടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തിരിഞ്ഞ് തടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, പുറം തടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തിരിഞ്ഞടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തിരിഞ്ഞടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തിരിഞ്ഞടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, പുറം തടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തിരിഞ്ഞടഞ്ഞ് കയറി ഇടിച്ച് തിരിഞ്ഞ് പുറമിറങ്ങി വെട്ടി, തൊഴുത്. കളിയിൽ തോറ്റിരിക്കുകയാണ്. അല്ലെങ്കിലും കളിക്കുന്നതെല്ലാം അങ്ങ് തന്നെയല്ലേ? ഈ ലീലകളൊക്കെ അങ്ങയുടേതല്ലേ? ദേവി, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, ഉത്തരം തരുമോ? ലോകാധിപനായ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകണമെന്നോ? നല്ല കഥ. ഇതും അങ്ങയുടെ ലീല തന്നെ. ചോദിച്ചോളൂ. ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ധനം ഏതാണ്? അതോ സ്വർണരത്നങ്ങൾ തന്നെ? ഒരിക്കലുമല്ല. ഉത്തമമായ സൗഹൃദവും ഉത്തമനായ സുഹൃത്തുമാണ് ലോകത്തിലേറെ അമൂല്യം. അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ആയതുകൊണ്ട് ദേവിക്ക് അതുടൻ മനസ്സിലാവും. ആ വിശേഷപ്പെട്ട നിധി നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ അടുത്തോ? വാ, കളി തുടരാം. കൃഷ്ണ, വാസുദേവ. സമയമായില്ല. പ്രഭു, അങ്ങ് ആദ്യമായി കളിയിൽ തോറ്റിരിക്കുകയാണ്. അതെ ദേവി, ഞാൻ തോൽക്കുന്നത് ഇവിടെയല്ല, ആ വിളിയിലാണ്. കൃഷ്ണ, മുരാരേ. പോരാ, സമയമായില്ല. നാഥ, അങ്ങ് എന്താണ് ആത്മകഥ മരുളുന്നത്? ഒന്നുമില്ല ദേവി, കളി ഇത്ര പോരാ എന്ന് പറഞ്ഞതാണ് നാം. എന്റെ പ്രാണപ്രിയ മാനസവാസ, എന്റെ കൃഷ്ണ. നാഥ, അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? ദേവി കണ്ടാലും. പ്രിയമിത്രമേ, അങ്ങ് ഇത്ര നാളും എവിടെ ആയിരുന്നു? എന്നെ മറന്നുപോയോ സഖേ? അങ്ങനെ പറയരുത്. അങ്ങല്ലാതെ ആരാണ് ഈ മനസ്സിൽ? വരൂ ദേവി, ഇതാണ് നാം പറഞ്ഞ അമൂല്യനിധി. വർഷത്തിന് ശേഷമാണ്
അങ്ങനെ കാണുവാൻ വരുന്നത്? എനിക്കാ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇവിടെ എന്തോ ഉണ്ടല്ലോ. ആഹാ, നമുക്കേറെ ഇഷ്ടമുള്ള അവൽ. പണ്ടും സതീർത്ഥ്യൻ വലിയ കൊതിയനായിരുന്നു. നമ്മുടെ പങ്കും കൂടി ഇദ്ദേഹം ഭക്ഷിക്കുമായിരുന്നു. ശരിയല്ലേ മിത്രമേ? ഇത്രയും സ്വാദിഷ്ടമായ അവൽ അടുത്ത കാലത്തെങ്ങും നാം കഴിച്ചിട്ടില്ല. നാം ഇത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ഭഗവാനെ, അങ്ങ് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ തൃപ്തനായി. പോയി വരട്ടെ ദേവാ. സുദാമ, അങ്ങേക്ക് പോകണോ? അങ്ങയെ കാണുക എന്നത് എൻ്റെ അഭിലാഷമായിരുന്നു. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. ഇനി എനിക്ക് സംതൃപ്തിയോടെ മടങ്ങിപ്പോകാം. അങ്ങനെയെങ്കിൽ പോയി വരൂ. ആത്മമിത്രത്തെ വേഗം പറഞ്ഞയച്ചത് ശരിയാണോ? ദേവി, ഞാൻ ധന്യനായി. എൻ്റെ പ്രിയമിത്രത്തെ കാണുവാൻ കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ നിധിയാണത്. എൻ്റെ പ്രിയമിത്രം എനിക്ക് സമ്മാനിച്ച ഓരോ അവൽ ദലത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കുചേലൻ ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ശ്രേയസ്സും പ്രേയസ്സും നാൾക്കുനാൾ വർദ്ധിച്ചിടും. ഇത് മാധവന്റെ വാക്ക്. ഭഗവാനെ, നമ്മുടെ ഭവനം. അയ്യോ, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ. മാധവ, നീ എന്നെ ശിക്ഷിക്കുകയാണോ? ഇതാണോ സതീർത്ഥ്യ സ്നേഹം? നാഥാ, അങ്ങയുടെ പ്രിയമാനസൻ കനിഞ്ഞിരിക്കുന്നു. നമ്മുടെ ദാരിദ്ര്യ ദുഃഖം മാറി. ഇത് നമ്മുടെ വീടാണ്. ദാ നമ്മുടെ മക്കളെ നോക്കൂ. മാധവ, എന്നോട് ക്ഷമിക്കൂ. എല്ലാം അറിയുന്ന നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഈ എളിയവനോട് പൊറുക്കണേ ഭഗവാനേ. അല്ല, കുചേലൻ എന്തിനാ അങ്ങനെ ചെയ്തത്? എങ്ങനെ? ദുഃഖം പറയാനല്ലേ കുചേലൻ പോയത്? എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നല്ല ചങ്ങായിമാര്. കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ ഓനെല്ലാം മറന്നുപോയി. എങ്കിലും കുചേലന്റെ ദുഃഖം കണ്ടറിഞ്ഞ് സഹായിച്ചില്ലേ? വിഷമിക്കുന്നവരെ നമ്മൾ എപ്പോഴും സഹായിക്കണം. ഉമ്മുമ്മക്ക് എല്ലാ മതത്തിൻ്റെയും കഥകൾ അറിയാമല്ലോ. അതെങ്ങനെ പഠിച്ചു? മക്കളെ, ഈ ക്രിസ്തുവും കൃഷ്ണനും നബിയും എല്ലാം ഒന്നാണ്. സുവിശേഷങ്ങളായും സൂക്തങ്ങളായും സൂറത്തുകളായും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. മക്കളിങ്ങ് ബാ. ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മൾ മനുഷ്യന്മാരായി ജീവിക്കണം. പരസ്പരം സ്നേഹിക്കണം. നന്മയുടെ പ്രകാശം പരത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്യോ? ചെയ്യാം. എങ്കിലേ
ഞമ്മക്ക് ഈ ഭൂമീനെ സുബർക്കമാക്കി മാറ്റാൻ കഴിയൂ. തെറ്റിൽ നിന്നും ശരി മനസ്സിലാക്കിയ 2 മനസ്സന്മാരുടെ കഥ കൂടി ഞമ്മൾ ഇങ്ങക്ക് പറഞ്ഞു തരാം. എന്താ? ഞങ്ങളുടെ ചക്കര ഉമ്മുമ്മ. ഒരിക്കൽ ഒരു യാത്രക്കാരൻ ദാഹിച്ച് വലഞ്ഞ് ഒരു വഴിവക്കിലിരിക്കുകയായിരുന്നു. ഇനിയൊരടി മുമ്പോട്ട് പോവാൻ വയ്യ. ദാഹിക്കുന്നല്ലോ. ഒരിത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. ഒന്ന് നിൽക്കൂ. എന്താ? അല്പം വെള്ളം തരാമോ? ഇല്ല, എന്നെ ഇല്ല. ഹേ, ഒന്ന് നിൽക്കുമോ? ഒരിത്തിരി ഭക്ഷണം തരുമോ? ഇല്ല, എന്റെ കയ്യിലില്ല. കിളവൻ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക്. ഹേ, ഒന്ന് നിൽക്കുമോ? എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും തരുമോ? എന്റെ കാര്യം തന്നെ കഷ്ടത്തില. പിന്നെ ഇനി ഞാൻ ആരോട് ചോദിക്കും? എവിടെയെങ്കിലും ചെന്ന് മുട്ടി നോക്കാം. ഈശ്വര, കാക്കണേ. ആരുമില്ലേ ഇവിടെ? വീട്ടുകാരെ, ആരുമില്ലേ? ആരാ? മനസ്സിലായില്ലല്ലോ. ഐഷ, ആരാണ് അവിടെ? ഒരു വഴിപോക്കനാണ്. അങ്ങാകെ ക്ഷീണിതനാണല്ലോ. ഇരിക്കൂ. ഐഷ, ഞാൻ കുറച്ച് അകലെ നിന്നും വരുവാ. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായി പോവുകയാണ്. നേരം വൈകി. ദാഹം സഹിക്കാനാകുന്നില്ല. അങ്ങനെ ഇന്ന് യാത്ര ചെയ്യണ്ട. ഭക്ഷണം കഴിച്ച് ഇന്നിവിടെ വിശ്രമിക്കാം. ഈ വീട് അങ്ങയുടെ സ്വന്തമെന്ന് കരുതാം. വളരെ നന്ദി മകനെ. ഭക്ഷണം തയ്യാറാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് സാധിക്കില്ല മകനെ. എൻ്റെ വിശ്വാസം ഇതല്ല. അതുകൊള്ളാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാത്തവന് ഞങ്ങളുടെ ദൈവം തന്ന ഈ ഭക്ഷണം തരാനാവില്ല. മകനെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ പറയരുത്. ഇല്ല, തരാൻ കഴിയില്ല. നിങ്ങൾ പുറത്തേക്ക് പോകൂ. അങ്ങനെ പറയരുത് മകനെ. ഇല്ല, തരാൻ കഴിയില്ല. നിങ്ങൾ പുറത്തു പോകൂ. പോകൂ പുറത്ത്. ലോകവിവരമുള്ള അങ്ങിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. വിശന്നു വലഞ്ഞു വന്നവനെ വിശ്വാസത്തിന്റെ പേരിൽ ആഹാരം കൊടുക്കാതെ വിടണമെന്ന് അങ്ങയുടെ വിശ്വാസത്തിൽ പറയുന്നുണ്ടോ? ഇതാണോ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്?
അയാളെ വിളിച്ചോണ്ട് വന്നോണം. കേട്ടല്ലോ കേട്ടല്ലോ. ഷോ ഇബ്രാഹിം, ഇബ്രാഹിം, നീ എന്ത് ക്രൂരതയാണ് കാട്ടിയത്? വിശന്നു വലഞ്ഞെത്തിയ ഒരു വൃദ്ധനെ നീ ഈ രാത്രിയിൽ ഇറക്കി വിട്ടോ? ക്ഷമിക്കണം നാഥ. ദൈവമായി അങ്ങ് മാത്രമേ ഉള്ളല്ലോ. ദൈവം ഏകനല്ലേ? ഞാൻ എന്നത് പലതല്ല, ഒന്നാണ്. പലരും പല രീതിയിൽ ആരാധിക്കുന്നു. അങ്ങനെയുള്ളവരിൽ പെടുന്നവരാണ് നീയും ആ വൃദ്ധനുമെല്ലാം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരാളെ തന്നെയാണ്. അത് നിങ്ങൾ അറിയണം. എത്രയും വേഗം നീ അയാളെ തിരികെ വിളിക്കൂ. വിളിക്കാം 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 വിളിക്കാം. എഴുന്നേക്കൂ എഴുന്നേക്കൂ. ഇബ്രാഹിം, മാപ്പ് നൽകിയാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. കുഞ്ഞേ, ഞാനും തെറ്റ് ചെയ്തു. ദൈവം ഒന്നാണെന്ന കാര്യം ഞാനും മറന്നു. അതെ, ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം ഒന്നാണ്. നാം എല്ലാം ഒന്നാണ്. പോരാടി. ജാതികൾ വേണ്ട, മതങ്ങൾ വേണ്ട, മനുഷ്യരായി മാറാം. നമുക്ക് മനസ്സാലോ
നമുക്ക് മനസാലൊരുമിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഐക്യത്തിൻ്റെ പ്രകാശം വളരെ ശക്തമാണ്. അതിന് നമ്മുടെ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയും. ആ പ്രകാശം നമ്മുടെ മക്കൾക്ക് നൽകാൻ ഞമ്മക്കേ കഴിയൂ. അതിന് ഞമ്മക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. എൻ്റെ മക്കൾ നിൽക്കില്ലേ?